അസ്സലാമലൈക്കും. ഞാൻ മീഷോന്നൊരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാരി നമുക്ക് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. എങ്ങനെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് പിന്നെ നമുക്കൊന്ന് ഉടുത്ത് നോക്കണം. ഉടുത്തിട്ട് എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടാന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ബ്ലൂ വൈറ്റ് പ്രിൻറ്റഡ് കോമ്പിനേഷനായിട്ട് നല്ല രസമുള്ളൊരു സാരിയാണ്. ഇന്ത്യയിൽ ഇല്ല, ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മോമോ വ്ളോഗ് എടുക്കണം നമുക്ക് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്താ പറയുക, കിട്ടണില്ല. അപ്പോൾ നമുക്ക് സാരി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ കുറച്ചായി സാരി വാങ്ങിച്ചിട്ടുണ്ട്. സാരിക്ക് ഒരു മാല, വള, പിന്നെ മോതിരം അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട്. സെറ്റാക്കിയിട്ടൊന്ന് എടുത്ത് നോക്കാമെന്ന് വെച്ചിട്ട് അത്രയും പൂതിയായിട്ട് ഞാൻ മീഷോന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കിട്ടി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമായി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ സാരി ഞാൻ കാണിച്ചാൽ സാരിക്ക് ബ്ലൗസൊന്നുമില്ല. ഞാനൊരു വൈറ്റ് ഇന്നർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. ജസ്റ്റ് ഒരു പൂതിക്കൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. കൊടുത്തിട്ട് എവിടെയും പോവലൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം നമുക്ക് എടുത്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് തന്നെ കേട്ടോ. ഒരു കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്തത് സാരി. അടിപൊളി സാരിയാണ് കൈസ് കേട്ടോ. നല്ല കളിയാണ് അവർ. എടുക്കാൻ സമ്മതിക്കൂല. സാരി കണ്ട നല്ല പ്രിൻ്റഡ് നല്ല തുണിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ബോർഡറിൽ ഇങ്ങനത്തെ ലേസ് വർക്കാണ്, എന്തോ ഒരു വർക്കൊക്കെ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തോ ആണ് കറക്റ്റ്. ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചായി വാങ്ങിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത് എത്ര മീറ്റർ ആണെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ മീഷോയിൽ നോക്കേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കിയിട്ട് അതിൽ ഡിസ്ക്രൈബിലല്ല, ഡിസ്ക്രിപ്ഷൻ, സോറി. അപ്പോൾ അടുത്തത് ഇതിൻ്റെ ഓർണമെൻറ്റ്സ് ഉണ്ടാവും. ഇതിൽ 3 സെറ്റ് മോതിരം വരുന്നുണ്ട്. സിൽവർ കളറാണ്. പിന്നെ ബാങ്കിൾ അടിപൊളിയാണ്. പിന്നെ വരുന്നത് പിന്നെ ഇത് മാല കണ്ടകൾ നെട്ടും. അത്രയും സെറ്റപ്പ് ആയിട്ടുള്ള ബോക്സിലൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്റെ ഉമ്മച്ചിക്കും എന്റെ ഉമ്മച്ചിന്റെ സ്വർണ്ണങ്ങളൊക്കെ ഒരു പെട്ടിലാക്കലാണ് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ ഉമ്മച്ചിന്റെ പരിപാടി. ഇന്ത്യ ഞാൻ നല്ല വൃത്തി എടുത്തേക്കും. അവരത് എപ്പോഴും ഇങ്ങനെ ഇട്ട് കളിക്കും അങ്ങനൊക്കെ അല്ലേ. അപ്പൊ നമ്മൾ നല്ല വൃത്തി വെക്കണം. അയ്യോ, ബോക്സ് മാറിപ്പോയി. ഇതിലല്ല, വേറെയാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ബോക്സ് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആ സാരി എടുത്തിട്ട് വരാം കേട്ടോ. എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ വേഗം പോയി ആ സാരി എടുത്തിട്ടൊന്ന് വരാം. ഓക്കെ, ഹായ്. അപ്പൊ ഞാൻ സാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് എൻ്റെ മാല കണ്ടെന്ന് ഇട്ട് തട്ടില്ലേ. നല്ല ഏതാണ് ഏഷ്യൻ ഗോൾഡിൻ്റെ ബോക്സിലൊക്കെ ഉണ്ട് ഞാൻ കിച്ചളെ. ഇങ്ങനത്തെ കളറൊക്കെ വരുമ്പോ സിൽവർ ആണ് അങ്ങനെ കൂടുതൽ എടുക്കുള്ളൂ. ഇതിന്റെ റീൽസ് ഒക്കെ ഞങ്ങൾ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ മാല ഇട്ടിട്ടോ. മാല കണ്ടില്ലേ. അപ്പം നമ്മൾ മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി നിന്ന് അങ്ങനെ നോറിയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടോ. പക്ഷേ എനിക്ക് നോറി എന്തോ ഒരു ഇഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടം വൺ സൈഡ് ഇങ്ങനെ ഇട്ടിട്ട് പിൻ ചെയ്തിട്ട് അങ്ങനെ ഇടാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വളയും മോതിരം ഇടാൻ മറന്ന്. അപ്പോൾ അതെടുത്ത് വളാണെങ്കിൽ അടിപൊളിയുടെ ഒരു രക്ഷയില്ല. ഭയങ്കര കിലിക്കൊക്കെ ആയിട്ട് നല്ല രസം കേട്ടോ വള. ഞാൻ വാങ്ങിയിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊന്ന് റിട്ടേൺ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ എനിക്ക് റിട്ടേൺ ചെയ്യാൻ തോന്നിയില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ വള കാണാൻ. അങ്ങനെ ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നുമില്ല. 100 സംതിങ് ആയിട്ടാണ് വരുന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടിപൊളിയാണ് വളൻ്റെ ഇതിനാണെങ്കിൽ ഞാൻ സൈഡിലെവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അങ്ങനെ വള ഇട്ടോക്കി. പിന്നെ മോതിരം 3 കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ 2 റൗണ്ട് ഷേപ്പിലും പിന്നെ ഒരെണ്ണം ഒരു പകിട എന്നൊക്കെ അറിയില്ലേ, പകിട എന്തോ കളിക്കുന്ന സാധനമില്ലേ, ആ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതാണ് എൻ്റെ ഫേവറേറ്റ് മോതിരമായിട്ട് കേട്ടോ.
അത് നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ നീളത്തിൽ ഒരു സെൻറ്ററിൽ നമ്മൾ വെള്ളമിട്ടൽ ഇങ്ങനെ നീളത്തിൽ എല്ലാ വെള്ളം കവർ ചെയ്തിട്ടാണ് എടുക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ബാക്കിൽ ആദമും മുഹമ്മദും നല്ല കളിയാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് അവരെ മേത്തൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവർ സേഫായിട്ടാണ് കളിക്കുന്നത്. ബെഡ്മക്കാണ് ചാടുന്നത്, എന്നാലും ഇടയ്ക്കൊരു പേടി. അങ്ങനെ ഞാൻ ഒക്കെ സെറ്റാക്കി 2 മോതിരം കൈമലൊക്കെ ഇട്ട് 2ലും ഓരോന്നായിട്ടിട്ട് അതിൻ്റെ ഇടയിൽ ജമ്മക്ക് മോതിരം വേണം എന്നിട്ട് ജമ്മക്കൊരു മോതിരം കൊടുത്ത് അതിൻ്റെ ഇടയിൽ ജമ്മ കൈയായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിപ്പോയി അറിയാണ്ട്. അപ്പോൾ അവൾക്ക് വിഷമമായി. അങ്ങനെ അവളെ കൈ വെച്ചിട്ട് അവളെ ഇട്ടൊന്ന് പട്ടിശോക കളിച്ച് ഒന്ന് ചെറുതായിട്ട് ഹാപ്പി ആക്കിയിട്ട് അവളവിടെ നിർത്തിയിട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും മൊത്തത്തിലൊന്ന് പട്ടിശ കളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് റൗണ്ട് അടിച്ച്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഉമ്മ വന്നിട്ട് തന്നെ ഫസ്റ്റ് കൊള്ളാം, ഏതൊരു ഫിലിമിത്തെ ഏതൊരു ലുക്കൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഉമ്മ കമൻ്റ് അടിച്ചിട്ട് പോയിട്ടാണ്. അപ്പം ഞാൻ വിട്ടു കൊടുത്തില്ല. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, എന്തിട്ടാലും നമുക്ക് ചേരുന്നുള്ളത്, നമ്മൾ എന്തിട്ടാലും നമുക്ക് ചേരുന്നുള്ള, അതില്ലെങ്കിൽ പോയി കാര്യം. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്തായാലും ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞാനൊന്ന് ചെറുതായിട്ട് പട്ടിഷോ ഒന്ന് ഓവറാക്കിയോ എന്നൊരു സംശയം. അങ്ങനെ കമ്മലിടാൻ മറന്നല്ലോ, ഓവറാക്കണ്ടെന്ന് ചോദിച്ചിട്ട് കമ്മലൊന്നിട്ടില്ല. നമ്മൾ ഷാളിങ്ങനെ ഇടുന്നതല്ലേ, അപ്പോൾ കമ്മലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ജമ എന്തൊക്കെ കമൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ജമൻ്റെ ടീച്ചർ അങ്ങനെയായിട്ട് ജമൻ്റെ അവിടെ മോണ്ടിസോറിൻ്റെ കോഴ്സ് ഉണ്ട്, അപ്പോൾ അതെടുക്ക്, അവൾ ഫ്രണ്ട്സിൻ്റെ ഉമ്മ വന്ന് അവിടെ ഉണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ എന്തൊക്കെ കമൻ്റ് അടിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ സാരി ഒന്ന് വേറെ ലുക്കാക്കി പഴയ ഇതിലേക്ക് വന്ന് നോക്കിയിട്ടാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നത് നല്ല രസമായിരുന്നു. ഇപ്പോഴാണ് ഷാളും അങ്ങനത്തെ ഒക്കെ വന്നിട്ട്. പണ്ട് എൻ്റെ ഉമ്മക്ക് ഇങ്ങനെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതേപോലെ ഞാനൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതാ ഭംഗി തോന്നി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.